അപ്പൊ ഇന്ന് നമ്മൾ പാത്രങ്ങൾ കഴുകാൻ പോവാണ്. ഇന്നത്തെ ജോലി അതാണ്. വർഗന്റെ ഒക്കെ സെറ്റ് ആയി, വീടും കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പാത്രത്തിൽ കിടക്കാം. പാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴുകി വെച്ചു. ഇനി ഇതൊക്കെയാണ്. ഇതും ഇപ്പൊ കുറച്ച് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് വെയ്യായിട്ടാണ് കേട്ടോ. എല്ലാവരുടെയും വെള്ളം വൃത്തിക്കെടുക്കാണ് സോപ്പ് കൊണ്ട്. അപ്പൊ നമുക്ക് പനിയാണ്, അതുകൊണ്ട് തേച്ചൊന്നും ഇന്നോട് കഴിക്കാൻ പറ്റുന്ന കഴുകണം. അത്ര പണിയില്ലല്ലോ. സോപ്പാകുമ്പോ ഓരോരുത്തരും കഴുകണം. അങ്ങനത്തെ കഴിക്കുന്നല്ലേ. ഇങ്ങനെ ആരൊക്കെ ജോലികൾ ചെയ്യാനുണ്ട് ഒരൊക്കെ കമന്റ് ചെയ്യണേ. ഇങ്ങനത്തെ ജോലികളൊക്കെ, ഇങ്ങനത്തെ വരകിന്റെയും അതൊക്കെ ചെയ്യണവരെ കമന്റ് ചെയ്യാം. ഒരുവിധം പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതന്നെ ഉള്ളു. ഇതാളന്നല്ലേ ആ ഒരു ഭാഗത്തത്തെ സ്ഥലം കഴിഞ്ഞ് ഞാൻ വെച്ച വലിയ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. ബാക്കില്ല സോപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് കണ്ടോ. ഈ സോപ്പ് ഉള്ളിലാണെന്ന് തോന്നുന്നു, പക്ഷെ ബാക്കിലാണ്. അല്ലാതെ ക്ലാസ്സോടും പ്ലേറ്റും ചെറിയൊരാളൊക്കെ ഉള്ളൂ. ഒന്നും വെക്കാനും പറ്റുന്നില്ല. ക്ലാസ്സുകളാണ്. കുട്ടിയാണ് ഏതാണെന്നൊന്നും അറിയില്ല. കുട്ടി ക്ലാസ്സിൽ പോകുന്നുണ്ട്. കുട്ടി ക്ലാസ് വേറെ രീതിയിലേക്കാളും പൊട്ടണ ക്ലാസ് അങ്ങനെ പറയാം. കുട്ടി ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലാസ്സാണ് ക്ലാസ്സിൻ്റെ. ക്ലാസ് നമ്പർ 3 2 ക്ലാസ് കഴിഞ്ഞ് ചായ ചെയ്തിൻ്റെ ഒക്കെയാണ്. ചായ കഴിയുന്നു. ഒറ്റ പാത്രമുള്ളൂ. എവിടെ വെക്കാം?
പാത്രം കൂടി കഴിഞ്ഞിട്ട് അടുത്ത സോപ്പിടാണ്ട്. അടുത്ത സോപ്പിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകി അടുത്ത സോപ്പിടാണ്. ഞാൻ എന്താ അവിടെ TV കാണാണ്. ഷെയറായിട്ട് തണിട്ടോട്ടിട്ട് ആകനാൽ കുളിരില്ല, തീറ്റു പറഞ്ഞാൽ എതിരില്ല. പിന്നെ അതാ ഗായ്സ്, ഇതിലിപ്പോൾ തെലുങ്കല്ലേ വരുന്നത്, തെലുങ്ക് ഭാഷ. അപ്പോൾ നമുക്ക് ആ തെലുങ്ക് മാറ്റണമെങ്കിൽ കന്നഡ ആക്കി വെക്കാം. കണ്ടോ, ഇപ്പോൾ മലയാളമായില്ലേ? ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് പോവുക. ഡിസ്കോറി കിച്ചണിലിതാ വന്നിരിക്കുന്ന ന്യൂഷ കേട്ടിക്കണോ? അപ്പോൾ ഗായ്സ് അടുത്തത് സോപ്പ് ഇടുന്നുണ്ട്. സോപ്പ് ഇട്ടിട്ട് എൻ്റെ കൈ തരും. ഞാൻ എന്താ സോപ്പ് ഇട്ടു. അയ്യോ വെള്ളം കളയട്ടല്ലോ. കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി രാവിലത്തെ അപ്പം തിന്നാൻ. അല്ലാ ചെമ്പട്ടി. യെസ് എന്താ ചെമ്പട്ടി എങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാത്ത. ഇവിടെ ചെമ്പട്ടി ഉണ്ട്. അടുത്ത പ്ലേറ്റ് നോക്കുമ്പോഴത്തേനും വേറെ പ്ലേറ്റ് കിട്ടി. അത് നമുക്ക് ഇവിടെ കഴിക്കാൻ ഇളക്കൊന്ന് മുറിക്കാൻ കുറച്ച്. This is ബോട്ടിലേക്ക് വെള്ളം നിറഞ്ഞ് ഓട്ടനാളിലുള്ള എല്ലാവർക്കും എത്തുക. കുപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെ കഴുകുക ആർക്കും അറിയില്ല. അപ്പം നമ്മൾ കുപ്പിൻ്റെ പുറത്ത് പക്ഷെ വെള്ളം കൊണ്ട് ചോദിക്കണം. ഇത് ബിരിയാണി ചപ്പത്തിൻ്റെ കയ്യിലിൻ്റെ പോലെ ഉണ്ട്. കയ്യിലെ അല്ലാതെ കയ്യിലുണ്ടാവില്ല. കയ്യിലുണ്ട് മറ്റേ വലിയ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിങ്കിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചതാ. അരിപ്പയിൽ വെള്ളം ആക്കാനൊന്നുമില്ല. അരിപ്പല് വെള്ളം നടക്കുമ്പോൾ കണ്ടോ വെള്ളം പോവല്ലേ. അപ്പം അരിപ്പല് ഇല്ലാണ്ട് ക്ലീനാക്കിക്കോ. പക്ഷെ നമുക്ക് ചെയ്യാൻ അറിയാം. അയ്യോ സിംഗിൾ സാധിക്കുമ്പോഴത്തേനും വെള്ളം വറ്റി. സിംഗിൾ സാധിച്ച് വെള്ളം കരുതി പക്ഷെ വെള്ളം വറ്റി. അപ്പോൾ കുറച്ച് This is my tiffin box. ഇതിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ എൻ്റെ ഇട കഴിക്കില്ലേ.
ഭാഗം മൊത്തം. അതാ പിന്നെ വെള്ളം നിറയലൊക്കെ ഉണ്ട്. പക്ഷെ ഈ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കഴുകേണ്ട അവസ്ഥ. അയ്യോ ഒക്കെ എൻ്റെ മേത്തൊക്കെ തെളിക്കുക സോപ്പോടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊന്നാണെങ്കിൽ ഡ്രസ്സ് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ വെയിലത്തോ അല്ലെങ്കിൽ രാത്രി വെയിലുണ്ടാവില്ല. എന്താ കഴിഞ്ഞു ഞാൻ പല കപ്പ് ചട്ടി ഞാൻ കഴുകിയാൽ ശരിയാവില്ല. ഒരു ചട്ടി ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല. അപ്പൊ ഗൈസ് കഴിഞ്ഞിട്ടില്ല. ഇത് സോപ്പ് ടച്ചാത്രേ. വെള്ളമാകുമ്പോൾ ഈസി ആവുമല്ലോ എന്ന് കരുതിയിട്ട് സോപ്പ് ടച്ചാണ്. ഞാൻ ഇത് പിന്നെ അറിയണേ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ തീറ്റ് കാണാൻ പോവാണ്. തീറ്റ് കാണാനുള്ളവർ വരിക. അയ്യോ സെൻ്റെടുക്കുക എന്നിട്ട് ബെല്ലെടുക്കണിട്ട് അയ്യോ കണ്ടുപോയി. നമുക്ക് പറഞ്ഞു ഈ കുപ്പിനെ ഞാൻ ഇപ്പം കൊടുക്കും. ഇതാ ഈ കുപ്പിൻ്റെ കുറെ നേരമായി. എന്തൊക്കെയൊരു പ്ലേറ്റൊക്കെ ഉപകാരം. ബാപ്പിൻ്റെ ഒരു ചമ്മട്ടി ഉണ്ട്. ആ ചമ്മട്ടിയൊക്കെ എങ്ങനെ കഴിക്കും? ചമ്മട്ടിയൊന്നും കഴിക്കണ്ട അല്ലേ? ഉണ്ടല്ലോ. കുപ്പിക്ക് ഞാൻ ഇന്നല്ലോ കൊടുക്കാൻ വിചാരിച്ചതാണ്. കാരണം ഈ കുപ്പിയില്ലേ എന്തെങ്കിലും പ്ലേറ്റ് ചപ്പ് ഇങ്ങനെ ആടും. അപ്പം അതാ പൊന്താത്തത് കഴുകിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഫിനിഷാക്കി.